അടുത്ത IPL-ന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഓരോ ടീമുകളും തുടങ്ങിക്കഴിഞ്ഞു. അടുത്ത പ്രാവശ്യം മെഗാ ലേലമാണ്. അതുകൊണ്ട് എല്ലാ താരങ്ങളും പുതിയ ടീമിലേക്ക് ചേക്കേറും. എല്ലാ IPL ടീമുകളും അടിമുടി മാറുകയാണ്. ഇന്ത്യൻ ടീമിൽ സഞ്ജു ഫോം ആകുന്നില്ല. പക്ഷേ IPL-ൽ സഞ്ജു തരംഗം സൃഷ്ടിക്കുന്നുണ്ട്. സഞ്ജു തന്നെയാണ് IPL-ലെ സ്റ്റാർ. സഞ്ജുവിന് വലിയ ഓഫറുകളാണ് വന്നിരിക്കുന്നത്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യമായിട്ട് സഞ്ജുവിനെ സമീപിച്ചത് CSK ടീമാണ്. അടുത്ത പ്രാവശ്യം ചെന്നൈ ടീമിന് പുതിയൊരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനെ ആവശ്യമാണ്. ധോണി ചിലപ്പോഴേ കളിക്കൂ. ധോണിക്ക് ശേഷം ചെന്നൈ ടീമിന് ഒരു ഇന്ത്യൻ താരത്തെ ആവശ്യമാണ്, അതും വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായിട്ട്. അതുകൊണ്ട് അവർ ആദ്യമായിട്ട് പരിഗണിക്കുന്നത് സഞ്ജുവിനെയാണ്. സഞ്ജുവിനെ ഇതിനു മുന്നേയും CSK ടീം നോട്ടമിട്ടിട്ടുണ്ട്. സഞ്ജുവിനോട് ഒരുപാട് കാര്യങ്ങൾ അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അന്ന് CSK ടീമിനെ അത് കരാറിലെത്തിക്കാൻ സാധിച്ചില്ല. ഇപ്പോൾ വീണ്ടും ഒരു മെഗാ ഓപ്ഷൻ വന്നിരിക്കുകയാണ്. സഞ്ജുവിനെ CSK ടീമിന്റെ ക്യാപ്റ്റൻ പദവിയാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. CSK ടീമിലെത്തിയാൽ അത് സഞ്ജുവിന്റെ നല്ല കാലമാണ്. ഇനി അടുത്തൊരു ടീം RCB ആണ്. ദിനേശ് കാർത്തിക് IPL നിന്ന് വിരമിച്ചു. അതുകൊണ്ട് RCB ടീമിന് ഒരു ഇന്ത്യൻ താരത്തെ ആവശ്യമാണ്, അതും കീപ്പറായിട്ട്. അവരും ഇപ്പോൾ നോക്കി കാണുന്നത് സഞ്ജുവിനെയാണ്. എന്ത് വില കൊടുത്തും സഞ്ജുവിനെ RCB-യിൽ എത്തിക്കാനാണ് അവരുടെ പദ്ധതി. സഞ്ജു അല്ലെങ്കിൽ KL രാഹുൽ, ഇതാണ് RCB ടീമിന്റെ ഓപ്ഷൻ. KL രാഹുൽ ലക്നൗ ടീമിൽ നിന്ന് ഒഴിവാവുകയാണ്. എന്നാൽ രാഹുൽ അത്ര ഫോമിലല്ല. അതുകൊണ്ട് സഞ്ജുവിനെ തന്നെ ടീമിലെത്തിക്കാനാണ് RCB-യുടെ പദ്ധതി. ഇനി മറ്റൊരു ടീം ഡൽഹിയാണ്. ഋഷഭ് പന്ത് ഡൽഹി ടീം വിട്ട് പോവുകയാണ്. പന്തിനെ ഡൽഹി ടീം ഒഴിവാക്കുമെന്നത് ഉറപ്പായിരിക്കുകയാണ്. പന്തിന് പകരം സഞ്ജുവിനെ കൊണ്ടുവരാനാണ് ഡൽഹി ടീം നോക്കുന്നത്. ഡൽഹി ടീം ഇപ്പോൾ തന്നെ സഞ്ജുവുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. തീരുമാനമെടുക്കേണ്ടത് സഞ്ജുവാണ്. RCB-യിലേക്ക് പോകണമോ അതോ CSK ഡൽഹി ടീമിന്റെ ഓഫർ സ്വീകരിക്കണമോ? എന്നാൽ ആരാധകർ പറയുന്നത് സഞ്ജു ഒരിക്കലും രാജസ്ഥാൻ ടീം വിട്ട് പോകരുതെന്നാണ്. സഞ്ജുവിനെ രാജസ്ഥാൻ ടീം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രാജസ്ഥാൻ ടീമിൽ സഞ്ജുവിന് ലഭിക്കുന്ന ഫ്രീഡം ഒരു ടീമിൽ പോയാലും കിട്ടില്ല. അപ്പോൾ അടുത്ത IPL-ൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ടീം ഏതാണെങ്കിൽ താഴെയൊന്ന് കമന്റ് ചെയ്യുക. ഇത്തരം IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.